ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് റൊട്ടീൻ ആസ് എ മോം ലൈഫാണ് കേട്ടോ. യൂഷ്വലി എൻ്റെ ഒരു മോർണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യൽ, അവനായിട്ടുള്ള സ്പെൻഡിങ് ടൈം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവനെ എണീക്കുന്നതിനെക്കാട്ടും കുറച്ച് മുന്നായിട്ട് ഞാൻ എണീക്കും. അതിനുശേഷം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും, ബ്രഷ് ചെയ്യലും അതുപോലെ ചെറിയ രീതിയിൽ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും പിന്നെ എൻ്റെ ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ കടക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഇരുന്നതിന് ശേഷം പിന്നെ അവനക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടാണ്. ഇന്ന് ഞാൻ അവനക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് രാഗിയാണ് കേട്ടോ. സാധാരണ ഞാൻ രാഗി പൊടിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറാണ്. അപ്പോൾ അത് കഴിഞ്ഞ കാരണം ഞാനിപ്പോൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അതിൻ്റെ പാൽ വെച്ചിട്ടാണ് കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അങ്ങനെ അവനക്കുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കി പിന്നെ അവനക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കാനും അപ്പുറത്തെ സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. സാധാരണ ഞാൻ അവനെ ഒരു ചെറിയ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കാറ്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ അവനക്ക് ഉച്ചക്കേക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ചെറുപയർ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിന്നെ ഈ ഒരു ബോട്ടിൽ ഞാൻ എപ്പോഴും അവനക്ക് വെള്ളം കീപ്പ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിൽ തിളപ്പിച്ചാറിയ വെള്ളം വെക്കും. അതിന് ശേഷം പിന്നെ അവനക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ ഒരു കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ അവനെ കുളിപ്പിക്കുക. അപ്പോൾ കുളിപ്പിക്കണതിന് മുന്നേ ചില സമയത്ത് ഞാൻ അവനെ ഓയിൽ മസാജ് ചെയ്യാറുണ്ട് കേട്ടോ. വല്ലാണ്ട് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അങ്ങനെ അവന് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അവൻ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കളിച്ചോളൂ കേട്ടോ. അതിനുശേഷം കളിയൊക്കെ കഴിഞ്ഞെന്ന് കണ്ട ഒരു 11 മണി ആ ഒരു സമയമാകുമ്പോൾ ഞാൻ വൈറ്റമിൻ ഡി ഡ്രോപ്സ് കൊടുക്കും കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു അൺബോക്സിങ് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് അലാൻക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഡൈപ്പറാണ് കേട്ടോ. ഇത് ടെഡിയുടെ ഡൈപ്പറാണ്. ഞാനിപ്പോൾ കുറേ ആയിട്ട് മോനക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ടെഡിയുടെ തന്നെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഡിൽസിൻ്റെ ഡൈപ്പറൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എന്തോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ യൂഷ്വലി അവന് സ്മോളാണ് യൂസ് ചെയ്യാറുണ്ടായിരുന്നത്, പക്ഷെ അത് കഡിൽസിൻ്റെ വല്ലാണ്ട് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മീഡിയത്തേക്ക് മാറിയിട്ടാ. ഇപ്പം ഞാൻ അവനക്ക് മീഡിയമാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്തോ ഈ ടെഡിയുടെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലീക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ കുറേ ആയിട്ട് അവനക്ക് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡ് തന്നെയാണ്. എന്തായാലും കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അവനൊന്ന് ഉറക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അവന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ്റെ കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടാണ്. അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല. അങ്ങനെ അതൊക്കെ ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടി പോയി. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ മിക്ക ദിവസങ്ങളിലും ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.